ഒരു ചങ്ങാതി 2 കൊല്ലം കഴിഞ്ഞ്, ആ 2 കൊല്ലം കഴിഞ്ഞ് അവന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് 2 കൊല്ലം ഗൾഫിലേക്ക് പോയിട്ടാ വരുന്നത്. ഗൾഫിലേക്ക് പോയിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് വരുമ്പോ ആ പെണ്ണിന് ഗർഭമുണ്ടായി എന്ന് വെച്ചോളൂ. ആ പെണ്ണിന് ഗർഭമുള്ളപ്പോ നമ്മൾ പെട്ടെന്ന് വിധി എഴുതും. എന്താ വിധി എഴുതുക? ഇവൻ പോയി വന്നതിന് ശേഷം ഇവൻ ബന്ധപ്പെടാതെ ഉണ്ടായ ഗർഭമാണെന്ന്. തീർത്തും അങ്ങനെ വിധി എഴുതാനൊന്നും നമുക്ക് കഴിയൂല. നമ്മൾ വിധി എഴുതാൻ കഴിയില്ല എന്ന് പറയുന്നത് അത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. ഗർഭപാത്രത്തിന്റെ അകത്ത് മുൻപേ ഗർഭമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഗർഭത്തിന്റെ അടയാളങ്ങളും ഗർഭമുണ്ടായെന്നതിന്റെ ചിഹ്നങ്ങളൊക്കെ മുമ്പ് തിരിയലോ, പരിശോധിച്ചാലും തിരിയലോ. അതിവൻ പോകുന്നതിന് മുൻപേ ഉണ്ടായിരുന്നെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞും ഗർഭം നിലനിൽക്കാം. നമ്മുടെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത് ഒരു കുട്ടി ഗർഭപാത്രത്തിൽ 4 കൊല്ലം വരെ ഇരിക്കാനാ. 4 കൊല്ലം വരെ ഇരിക്കാനാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത് അതിലും അപ്പുറം ഇരിക്കാനാ. 4 കൊല്ലമല്ല, അതിലും അപ്പുറം ഇരിക്കാമെന്ന്. ആയിഷ റളിയല്ലാഹു അൻഹുവിൽ നിന്നൊരു റിപ്പോർട്ട് കിട്ടി, 2 കൊല്ലത്തിലപ്പുറം ഒരു കുട്ടിയും ഗർഭത്തിൽ കിടക്കുകയില്ല എന്ന്. ബഹുമാനപ്പെട്ട അൽ വലീദ് ഇബ്നു മുസ്ലിം എന്ന മഹാൻ ഇമാം മാലിക് റളിയല്ലാഹു ജീവിച്ചിരിക്കുന്ന കാലമാണ് മദീനത്ത്. അവരോട് ചെന്ന് പറഞ്ഞു, ആയിഷ ബീവിയിൽ നിന്ന് കിട്ടുന്ന ഒരു വിവരപ്രകാരം 2 കൊല്ലത്തിനപ്പുറം ഒരു ഗർഭം കിടക്കൂല, 1 ഇഞ്ച് ഗർഭപാത്രത്തിൽ കിടക്കൂല എന്നുണ്ടല്ലോ. മാലിക് എന്നവർ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് മൻ യഖൂലു ഹാദാ. ആര് പറഞ്ഞു ഇത്? ഹാദിഹി ജാറത്തുനാ ഇംറഅത്തു മുഹമ്മദ് ഇബ്നു ഇജ്ലാൻ. നമ്മുടെ അയൽവാസിനിയായ ഒരു പെണ്ണ്, നമ്മുടെ അടുത്ത് താമസിക്കുന്ന ഒരു പെണ്ണ്, മുഹമ്മദ് ഇബ്നു ഇജ്ലാൻ എന്നവരുടെ ഭാര്യ, തഹ്മിലു വ തളഉ ഫീ 4 സിനീൻ. 4 കൊല്ലത്തിനകത്ത് ഗർഭം ചുമന്നിട്ടാണ് അവർ പ്രസവിച്ചത്. ഒരിക്കൽ മാത്രമല്ല, 3 കുഞ്ഞുങ്ങളെ പ്രസവിച്ചത്. ഇംറഅത്തു സിദ്ഖിൻ വറജുലുഹാ റജുലു സിദ്ഖിൻ. നല്ല സത്യവതിയായ പെണ്ണാണ്, കള്ളം പറയില്ല. സത്യവതിയായ ആണാണ്, കള്ളം പറയില്ല. മുഹമ്മദ് ഇബ്നു ഇജ്ലാൻ എന്നവർക്കുള്ള 3 മക്കളും 12 കൊല്ലം കൊണ്ട് 4 മാസം ഗർഭത്തിലിരുന്ന ശേഷമാണ് പ്രസവിക്കുന്നത് എന്ന്. 4 കൊല്ലം നീണ്ട ഗർഭം. അപ്പോഴേക്കും ആ കുഞ്ഞിന് അണപ്പല്ല് വരെ മുളയ്ക്കുമല്ലോ എന്റെ മനുഷ്യ. എനിക്ക് തോന്നുന്നതേ ഇത് പണ്ടത്തെ ആരുടെയോ ജനനത്തെ വെളുപ്പിക്കാനുള്ള ഉരുട്ടുബുദ്ധിയാണെന്ന്. ഇത് കണ്ടപ്പോഴാണ് വേറെ ഒരുത്തൻ പണ്ട് പറഞ്ഞത് ഓർക്കുന്നത്, ഒരു കുട്ടി 4 വർഷം വരെ ഗർഭപാത്രത്തിൽ കിടക്കുമെന്ന്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇങ്ങനെയാണെങ്കിൽ ഭർത്താവ് മരിച്ച മുസ്ലിം സ്ത്രീകൾ ഇനി മുതൽ 4 വർഷം വരെ ഇതേ ഇരിക്കണമല്ലോ. ഓ, വല്ലാത്ത ജാതി.